Hello DG aspirants, welcome back to AGPod. So, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജെയ് മെയിൻസ് ക്രാക്ക് ചെയ്തിട്ട് നമുക്ക് എത്താൻ പറ്റിയ ടോപ്പ് NITകൾ ഏതൊക്കെ എന്നുള്ളതും അവിടുത്തെ പെക്യുലാരിറ്റീസ് എന്തൊക്കെ എന്നുള്ളതും ഒക്കെ ഡിസ്കസ് ചെയ്തു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെയ് മെയിൻ ക്വാളിഫൈ ചെയ്ത് ജെയ് അഡ്വാൻസ് ക്രാക്ക് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ടോപ്പ് IITകൾ ഏതൊക്കെ എന്നുള്ളതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വാട്ട് ഈസ് എൻ IIT എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്താണ് ആക്ച്വലി IITകൾ എന്ന് ചോദിക്കുന്നതോടെ ഇറ്റ് ഈസ് എ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് ആക്ച്വലി പറയാനുള്ളത്. അത് മാത്രമല്ല ഭയങ്കരമായിട്ട് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അതായത് അഡ്മിഷൻ ഇതെന്ന് പറയുന്നത് അഡ്മിഷൻ റൈറ്റ് എന്ന് പറയുന്നത് ടഫർ ദാൻ MITകളെക്കാളും ഹാർവേഡിനേക്കാളും എന്നുള്ളതാണ് അതിന് കൊടുക്കാനുള്ള ഉത്തരം. ദെൻ നമുക്ക് ടോപ്പ് ആയിട്ടുള്ള IITകളിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് IIT മദ്രാസ്. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടാവില്ല, നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലുള്ള ക്യാമ്പസ് ആണ് IIT മദ്രാസ് എന്ന് പറയുന്നത്. കോൺസിക്യൂട്ടീവ് ആയിട്ട് 9 വർഷങ്ങളായിട്ട് കോൺസിക്യൂട്ടീവ് ആയിട്ട് അജയ്യമായിട്ട് റാങ്ക് 1 ഓഫ് ഇന്ത്യയിലെ റാങ്ക് 1 കോളേജിൽ വരുന്ന കോളേജാണ് IIT മദ്രാസ് എന്ന് പറയുന്നത്. ദെൻ ലൊക്കേറ്റ് ചെയ്യുന്നത് ചെന്നൈയിലാണ്. ദെൻ അതുമാത്രമല്ല ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമ്പസും കൂടിയാണ് ആക്ച്വലി IIT മദ്രാസ് എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഇപ്പോൾ ഓരോ വീഡിയോസും സാധനങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. മാനും കുരങ്ങും ഒക്കെ ഇങ്ങനെ കളിച്ച് നടക്കുന്ന, നമുക്ക് പൊല്യൂഷൻസും സാധനങ്ങളൊക്കെ ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ള, അതായത് സ്റ്റുഡൻസിന് മറ്റൊന്നും ഉള്ളിലേക്ക് വണ്ടിയോ മറ്റോ പ്രവേശിക്കാൻ പറ്റാതെ ഫുൾ അതായത് 617 ഏക്കറുകളായിട്ടുള്ള ക്യാമ്പസാണ്. സോ ആ ക്യാമ്പസ് മുഴുവൻ നമ്മൾ ബൈസൈക്കിൾസും അല്ലാതെ അവിടുത്തെ കോളേജ് ബസ്സും മാത്രമേ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത്രയും നമ്മുടെ ഒരു ഫോറസ്റ്റ് സൈഡിൽ വരുന്ന ഒരു ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു എക്കോളജി ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ക്യാമ്പസും കൂടിയാണ്. സോ നമുക്ക് അതിന്റെ പിക്ചറിലേക്ക് പോവുകയാണെങ്കിൽ ഇതാ നമുക്കിവിടെ നോക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ മാനിനെയും കുരങ്ങിനെയും ഒക്കെ കാണാൻ പറ്റും. ദെൻ ദിസ് പിക്ചർ, ഇത് നിങ്ങൾ പലരും നിങ്ങളുടെ മനസ്സിൽ മാനിഫെസ്റ്റ് ചെയ്യണം. അതായത് ഞാൻ IIT മദ്രാസ് ആണ് നിങ്ങളുടെ ഡ്രീം കോളേജ് എങ്കിൽ ഇതിനു മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഓരോ പോസ്റ്റും നിങ്ങൾ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ദെൻ ദെയർ ഇൻഫ്രാസ്ട്രക്ചർ. ദെൻ അവരുടെ കൾച്ചറൽ ഫെസ്റ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ശാസ്ത്ര എന്ന് പറയുന്നത് ഏഷ്യാസ് ലാർജസ്റ്റ് സ്റ്റുഡൻറ് റൺ ആയിട്ടുള്ള ടെക് ഫെസ്റ്റ് ആണ്. അതിൽ ഒരുപാട് നമ്മുടെ നാഷണൽ ലെവലിൽ തന്നെ ഒരുപാട് ആൾക്കാർ വരും. ദെൻ വേറൊന്നാണ് അവരുടെ സാരംഗ് എന്ന് പറയുന്നത്, അതാണ് അവരുടെ കൾച്ചറൽ ഫെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ IIT ബോംബെ, ദി സെക്കൻഡ് വൺ. നമുക്ക് പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും ഉണ്ടാവില്ല. IIT മദ്രാസ് കഴിഞ്ഞാൽ എന്തായാലും IIT ബോംബെ ആയിരിക്കും. IIT ബോംബെയാണ് NIRF റാങ്കിങ് പ്രകാരം സെക്കൻഡും, ഗ്ലോബലി ഉള്ള 150 ലോകത്തിലെ തന്നെ 150 ഏറ്റവും ടോപ്പ് ക്യാമ്പസുകളിൽ ഒന്നാണ് IIT ബോംബെ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട പലരും IIT മദ്രാസിനേക്കാൾ ഒരുപക്ഷെ പ്ലേസ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ, അതായത് ടോപ്പ് റാങ്കേഴ്സ് ഒക്കെ പലപ്പോഴും കയറാറുള്ളത് IIT ബോംബെയിലാണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ്. പിന്നെ ബോംബെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതായത് സ്ട്രോങ് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസും സാധനങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ അത് പ്ലേസ്മെന്റ്സിനെയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ഓൺട്രപ്രണർഷിപ്പും സ്റ്റാർട്ടപ്പ് കൾച്ചറൊക്കെ വളരെ നന്നായിട്ടുള്ള ക്യാമ്പസാണ് IIT ബോംബെ എന്ന് പറയുന്നത്. ദെൻ അവരുടെ ഫെസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് മൂഡ് ഇൻഡിഗോ എന്ന് പറയുന്നത് ഏഷ്യാസ് ലാർജസ്റ്റ് കൾച്ചറൽ ഫെസ്റ്റ് ആണ്. നമ്മുടെ NITകളിൽ നിന്നും മറ്റൊക്കെ ആയിട്ട് നമ്മുടെ NIT കാലിക്കറ്റ് നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ മൂഡ് ഇൻഡിഗോ കാണാനും അല്ലാതെ അവിടെ പെർഫോം ചെയ്യാനും വേണ്ടിയും പോവാറുണ്ട്. അതായത് അവിടെ ഒരുപാട് കോമ്പറ്റീഷൻസ്, മൈം കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻസ് നടക്കാറുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് പേര് പോവാറുമുണ്ട്. ദെൻ ഇതാണ് അവിടെ ക്യാമ്പസ് ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇതും അത്യാവശ്യം ഒരു എക്കോ ഫ്രണ്ട്ലി ആൻഡ് ആ ഒരു നാച്ചുറൽ ആംബിയൻസ് ഉള്ള ഒരു ക്യാമ്പസ് തന്നെയാണ്. ദെൻ ഇതൊക്കെ ഞാൻ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറുകളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു സാധനം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ദി നെക്സ്റ്റ് വൺ ഈസ് IIT ഡൽഹി. IIT ഡൽഹി നമ്മൾ ഒരുപാട് വട്ടം ഓരോ JEE ആസ്പിറന്റും കണ്ടിട്ടുണ്ടാവുന്ന പിക്ചറാണ് IIT ഡൽഹി. ഞാൻ നേരത്തെ IIT മദ്രാസിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ട വേറൊരു സാധനമാണ് IIT ഡൽഹിയുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വ്യൂവിൽ നിന്ന് നിങ്ങൾ ഫോട്ടോ എടുത്ത് അതൊക്കെ സ്റ്റാറ്റസ് ഇടുന്നതും സ്റ്റോറി ഇടുന്നതൊക്കെ. ദെൻ ഇറ്റ് ഈസ് ദി റാങ്ക് 3 ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ടോപ്പ് 200 കോളേജുകളിൽ അടിപൊളിയായിട്ടുള്ള ടോപ്പ് കോളേജുകളിൽ ഒന്നാണ് IIT ഡൽഹി എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഡൽഹി ആയതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒന്നും പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടാവില്ല. ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് ഒരുപാട് പേര്, അതായത് IIT ഏറ്റവും കൂടുതൽ പേര്, അതായത് ഒരുപാട് സിവിൽ സർവൻറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള IIT ആണ് ആക്ച്വലി IIT ഡൽഹി എന്ന് പറയുന്നത്. ദെൻ IIT ഡൽഹിയുടെ
റണ്ടോസോ എന്നുള്ളതാണ് അവരുടെ കൾച്ചറൽ ഫെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെയുള്ള ഒരുപാട് ഡൽഹി ഏരിയയിൽ പഠിക്കുന്ന ഒരുപാട് പേര് ഇതിലൊക്കെ പ്രോഗ്രാമിലൊക്കെ കാണാനും മറ്റുമൊക്കെ ആയിട്ട് പോകാറുണ്ടെന്ന് പറയാറുണ്ടായിരുന്നു. ദെൻ അവരുടെ ക്യാമ്പസിന്റെ ബ്യൂട്ടിയാണ് ഞാനിവിടെ കാണിച്ചത്. ഇതും ആക്ച്വലി ഒരു IIT-കളൊക്കെ പൊതുവെ ഒരു നാച്ചുറൽ വൈബുള്ള ക്യാമ്പസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതെല്ലാം അവരുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സൈഡും സാധനങ്ങളും ഒക്കെ ആയിട്ടുള്ള പിക്ചേഴ്സ് ഞാൻ കുറച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ദി നെക്സ്റ്റ് വൺ ഈസ് IIT കാൺപൂർ. IIT കാൺപൂരിനെ കുറിച്ച് പറയുമ്പോൾ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് IIT-കളിൽ ഒന്നാണ് ആക്ച്വലി IIT കാൺപൂർ എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒന്നെന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും ടോപ്പായിട്ടുള്ള ബ്രാഞ്ചുകളിൽ ഒന്നായിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസിൽ ആദ്യമായിട്ട് BTech പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ളത് IIT കാൺപൂരിലാണ്. പിന്നെ ഇതിൽ റാങ്ക് ചെയ്യുന്നത് ടോപ്പ് 4 വരുന്നത്, അതായത് NIRF-ലെ 4th റാങ്കാണ് IIT കാൺപൂരിന് വരുന്നത്. പിന്നെ ISRO-യിലും നാസയിലും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഏജൻസികളിലും മറ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് അവരുടെ അലൂമിനീസ് ആയിട്ടുണ്ട്. ദെൻ ദി നെക്സ്റ്റ് അവരുടെ കൾച്ചറൽ ഫെസ്റ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അന്തരാഗ്നി എന്ന് പറയുന്നതാണ് അവരുടെ കൾച്ചറൽ ഫെസ്റ്റ്. ഇത് ഓൾഡസ്റ്റ് ആയിട്ടുള്ള കൾച്ചറൽ ഫെസ്റ്റ് ആണ്. ആ ഒരു UP ഏരിയ എന്നുള്ള എല്ലാവരും പങ്കെടുക്കുന്ന ഒരു കൾച്ചറൽ ഫെസ്റ്റും കൂടിയാണ്. പുറത്തുനിന്നുള്ള ആൾക്കാർക്കൊക്കെ എൻട്രി വരുന്ന കൾച്ചറൽ ഫെസ്റ്റും കൂടിയാണ് അന്തരാഗ്നി എന്ന് പറയുന്നത്. ദെൻ ദി നെക്സ്റ്റ് വൺ ഈസ് IIT ഖരഗ്പൂർ. IIT ഖരഗ്പൂരിനെ കുറിച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടാവില്ല. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള IIT ആണ് IIT ഖരഗ്പൂർ. IIT ഖരഗ്പൂരിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ നാവിൻ തുമ്പത്ത് വരുന്ന പേരാണ് സുന്ദർ രാജൻ പിച്ചൈ, ദി CEO ഓഫ് ഗൂഗിളിന്റെ CEO പഠിച്ചിട്ടുള്ള കോളേജാണ് IIT ഖരഗ്പൂർ എന്ന് പറയുന്നത്. സ്ട്രോങ് അലൂമിനി നെറ്റ്വർക്ക് ഒക്കെ ഉള്ള കോളേജാണ്. സോ പിന്നെ ആദ്യമായിട്ടുണ്ടായിട്ടുള്ള IIT ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഒരു ഹിസ്റ്റോറിക്കലി കൂടെ അതിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാമ്പസാണ് IIT ഖരഗ്പൂർ എന്ന് പറയുന്നത്. IIT ഖരഗ്പൂരിന്റെ ക്യാമ്പസിലേക്ക് വരികയാണെങ്കിൽ 2100 ഏക്കർ തന്നെ IIT-കളിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറയാൻ, വിസ്തീർണം കൊണ്ടും ലാർജസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ക്യാമ്പസാണ്. അതായത് ഇപ്പോൾ NIT കാലിക്കറ്റ് ഒക്കെ വരികയാണെങ്കിൽ ഏതാണ്ട് ഒരു 400 സംതിങ് ഏക്കറുകളാണ് വരുന്നത്. 400 സംതിങ്ങിൽ ഏതാണ്ട് ഒരു 5 ഇരട്ടിയിലധികമാണ് ആക്ച്വലി IIT ഖരഗ്പൂർ എന്ന് പറയുന്നത്. ഒരുപാട് സ്ട്രീം ഓഫ് എഞ്ചിനീയറിംഗ്സും സാധനങ്ങളും ഒക്കെ ഉണ്ട്. വളരെ ഒരു നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ക്യാമ്പസ് എക്സ്പ്ലോഷർ പ്ലസ് അലൂമിനി നെറ്റ്വർക്കും കൂടെ കിട്ടാൻ സാധ്യതയുള്ള ഒരു കോളേജാണ് IIT ഖരഗ്പൂർ എന്ന് പറയുന്നത്. ദെൻ ദി സ്പ്രിംഗ് ഫെസ്റ്റ് ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഫെസ്റ്റ് എന്ന് പറയുന്നത്. അവരുടെ ഫെസ്റ്റാണ് സ്പ്രിംഗ് ഫെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം അത്യാവശ്യം നല്ലൊരു പ്രോഗ്രാമാണ് സ്പ്രിംഗ് ഫെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ അവരുടെ കുറച്ചു ക്യാമ്പസിന്റെ ഓരോരോ സൈഡുകളിലായിട്ടുള്ളതും അവരുടെ ക്യാമ്പസ് ആംബിയൻസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്ലൈഡ്സിൽ. ദെൻ ഇതാണ് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ ദി നെക്സ്റ്റ് വൺ ഈസ് IIT ഹൈദരാബാദ്. അതായത് IIT ഹൈദരാബാദിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഭയങ്കരമാട്ടോ. അതായത് നേരത്തെ കാണിച്ച IIT ഖരഗ്പൂർ എന്ന് പറയുന്നത് 1951-ലും IIT കാൺപൂർ എന്ന് പറയുന്നത് 1959-ലൊക്കെ ഉണ്ടായിട്ടുള്ള, അതായത് ഒരുപാട് മുമ്പേ ഉണ്ടായിട്ടുള്ള, ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റുവിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കോളേജാണ് IIT ഖരഗ്പൂർ എന്നൊക്കെ പറയുന്നത്. ദെൻ IIT ഹൈദരാബാദ് എന്ന് പറയുന്നത് റീസെന്റ്, അതായത് 2008 സ്ഥാപിച്ചതാണെങ്കിൽ പോലും ആദ്യമായിട്ട് AI, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും മെഷീൻ ലേണിങ്ങിനെ കുറിച്ചൊക്കെയുള്ള കോഴ്സുകൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത് IIT ഹൈദരാബാദാണ്. ആക്ച്വലി പിന്നെ വേറൊരു സംസാരം എന്ന് പറഞ്ഞാൽ IIT ഹൈദരാബാദിനെ കുറിച്ച് പറയുമ്പോൾ IIT ഹൈദരാബാദ് എന്ന് പറയുന്നത് ഒരു ടെക് ക്യാപിറ്റലായി പയ്യെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ രീതിക്കുള്ള എക്സ്പോഷറും കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ല പ്ലേസ്മെന്റ്സും സാധനങ്ങളും ഒക്കെ അവിടെ വരുന്നുണ്ട്. സോ IIT ഹൈദരാബാദ് അങ്ങനെ ടോപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കോളേജാണ്. ദെൻ ദി നെക്സ്റ്റ് വൺ ഈസ് അവരുടെ ഫെസ്റ്റുകളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇലാൻ ആൻഡ് വിഷൻ എന്ന് പറയുന്നതാണ് അവരുടെ ഫെസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കൾച്ചറൽ ആൻഡ് ടെക്നോ മാനേജ്മെന്റ് ആയിട്ടുള്ള ഒരു ഫ്യൂഷൻ ഫെസ്റ്റ് ആണ് ആക്ച്വലി ഇലാൻ ആൻഡ് വിഷൻ എന്ന് പറയുന്നത്. പിന്നെ അവരുടെ ഫെസ്റ്റിലേക്കൊക്കെ വരികയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് അവിടുത്തെ ഫെസ്റ്റിന്റെ പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. ദെൻ ഇത് അവരുടെ ക്യാമ്പസിന്റെ ആംബിയൻസും അതോടൊപ്പം തന്നെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും സാധനങ്ങളൊക്കെ കാണിക്കുന്ന കുറച്ച് പിക്ചേഴ്സ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൽ ഞാനിപ്പോൾ ഏതാണ്ടൊരു IIT-കളെ കുറിച്ചിട്ടൊക്കെ ടോപ്പായിട്ടുള്ള എല്ലാ IIT-കളെ കുറിച്ചിട്ടും സംസാരിച്ചിട്ടുണ്ട്. സോ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട IIT ഏതാണെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ പഠിക്കാൻ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾ
നിങ്ങൾ ഭാവിയിൽ പഠിക്കാൻ എനിക്ക് ഏറ്റവും താല്പര്യമുണ്ട് എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കോളേജ് ഏതാണെന്നും ജസ്റ്റ് കമൻറ്റ്. അതോടൊപ്പം തന്നെ നമ്മൾ ടോപ്പ് IIT കുറിച്ചും ടോപ്പ് NIT കുറിച്ചും വീഡിയോ ചെയ്തു. ഇനി നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ടോപ്പാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കേണ്ടത് നിങ്ങളൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യും. ദെൻ ബൈ ബൈ.